സ്റ്റേജിലിപ്പോ പിന്നെ മിമിക്രി ചെയ്യുമ്പോ സിനിമയിലുള്ളവരെയാണോ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അതോ അതല്ലാതെ ഞാൻ കോമഡി സ്ക്രിപ്റ്റ് ഇപ്പൊ ഞാനിപ്പോ ഒരു ചാനലില് കോമഡി സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, കോമഡി സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അതോട് വലിയ താല്പര്യമില്ല. താല്പര്യം എന്ന് പറഞ്ഞാൽ മിമിക്രിയിൽ മാത്രം. പിന്നെ അതല്ലാതെ നമ്മൾ ഈ നാടൻ കലകളെ കണക്ട് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ക്ലാസ്സുകൾ. അതായത് ചിത്രകല, ശില്പകല, അഭിനയം, മിമിക്രി, സംഗീതം, സാഹിത്യം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യിച്ചുകൊണ്ട് നാടൻ പാട്ടുകളൊക്കെ വരും. അപ്പൊ ഈ ഈശ്വരൻ തന്നിരിക്കുന്ന ഈ കഴിവ് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടികൾ എങ്ങനെ വളരാം, അതിൽ അഹങ്കരിക്കാതെ, കഴിവിൽ അഹങ്കരിക്കാതെ, എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന ബോധ്യം കൊടുത്തുകൊണ്ട് അപ്പോൾ ഒപ്പം തന്നെ ശില്പമൊക്കെ പെട്ടെന്നുണ്ടാക്കി നമ്മൾ കാണിക്കും. അപ്പൊ അങ്ങനെ ഈ കഴിവുകൾ അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ അതിലാണ് എനിക്ക് കൂടുതൽ താല്പര്യവും നമുക്ക് സന്തോഷം കിട്ടുന്നത്. ഈ നാടൻ കലകളൊക്കെ പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ടോ? കുട്ടികൾക്ക് ഭയങ്കര താല്പര്യം. പഴയ രീതിയിലല്ല. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ അപ്പം തന്നെ ഓടേണ്ട ഓടേണ്ട മുമ്പായി കൊച്ചണ്ട, അങ്ങനെ മണിയുടെ പാട്ടുകൾ. അത് പിള്ളേർക്കൊക്കെ ഇപ്പൊ നാടൻ പാട്ടുകളോട് ഭയങ്കര താല്പര്യം. പിന്നെ അതന്നല്ല, വിദ്യാരംഗ കലാസാഹിത്യ വേദിയൊക്കെ ഇപ്പൊ നാടൻ പാട്ടുകളെയൊക്കെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നാടൻ പാട്ടുകളുടെ ക്ലാസ്സുകളൊക്കെ സ്പെഷ്യലായിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരേ സമയത്ത് പല കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ സമയത്ത് പാടും, വരയ്ക്കും, ശില്പം ഉണ്ടാകും അല്ലെ? ഇതെങ്ങനെയാ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കും? അത് ഞാൻ ശരിക്കും രാത്രി അതായത് ജോലി കഴിഞ്ഞ് വന്ന് ജോലി സമയത്ത്, ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു കാര്യത്തിലേക്കൊന്നുമില്ല. ആ ജോലി അതെങ്ങനെ ഭംഗിയാക്കും. കാരണം അവിടെ ഞാനൊരു അധ്യാപകരുടെ അടുത്തോ മറ്റൊരു അടുത്തോ ഞാനൊരു കലാകാരനായിട്ടൊന്നും പരിചയപ്പെടുത്താൻ എന്നോട്. അത് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കലാകാരനായി. എന്റെ ഉള്ളിൽ എന്റെ ചിന്തകൾ, അതായത് പാട്ടെഴുതുക, അല്ലെ അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് ഞാൻ മാറി. വീട്ടിൽ വന്നാലും ഞാൻ പ്രാക്ടീസ് ചെയ്യും, ശില്പങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യും, ചിത്രം വരച്ച് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അതിൽ മാത്രമായിരിക്കില്ല, ഇത് എല്ലാത്തിലും കൂടെ എങ്ങനെ ഷെയർ ചെയ്യും? അത് നമ്മൾ പ്രാക്ടീസിലൂടെ, നമുക്ക് നിരന്തര പ്രാക്ടീസിലൂടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരേ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് കാണിച്ചു തരുമോ? അത് ചെയ്യാലോ. ഒരു അപ്പൂപ്പന്റെ തലയൊക്കെ ഉണ്ടാക്കാൻ ഇത്ര സമയം മതി. ചിത്രകല എന്ന് പറഞ്ഞ ചിത്രകല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വരയ്ക്കണത് ഒരു കാരിക്കേച്ചർ വരച്ച് പെട്ടെന്ന് വരച്ച് കാണിക്കാം. നമ്മള് ഷൂമാമന്റെ കാരിക്കേച്ചർ ശരിക്കും 3 കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലരുടെയും വരയ്ക്കും. അപ്പൊ നമുക്കിത് 3 കൂടെ ഒന്ന് നോക്കാം. ഓക്കെ. നാഥാ നിനക്കായി പാടി പാടിയ നാവു തളർന്നാൽ തളർന്നിടട്ടെ, നിനക്കായേറെ നടന്നെന്റെ പാദം തളർന്നാൽ തളർന്നിടട്ടെ, പാദം തളർന്നാൽ തളർന്നിടട്ടെ. നാഥാ നിനക്കായി പാടി പാടിയ നാവു തളർന്നാൽ തളർന്നിടട്ടെ, നിനക്കായേറെ നടന്നെന്റെ പാദം തളർന്നാൽ തളർന്നിടട്ടെ. നാഥാ നിനക്കായി പാടി പാടിയ നാവ് തളർന്ന. കാണാൻ പറ്റുന്നുണ്ടോ? മൻമോഹൻ സിംഗിന്റെ ഒരു കാരിക്കേച്ചറും ഒരു അപ്പൂപ്പന്റെ. സാബു, നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ തീർന്നു. ബാക്കി നമുക്ക് നാളെ തുടരാം. ഓക്കെ.